അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് അഹ്സനി സുന്നത്ത് ജമാഅത്തിൻ്റെ ഖണ്ഡനവേദികളിലും സംവാദവേദികളിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന നിറഞ്ഞാടിയ ഗർജിക്കുന്ന സിംഹമാണ് നൗഷാദ് അഹ്സനി. AP വിഭാഗത്തിൽ നിന്നും മോചിതനായ അദ്ദേഹം ഇന്ന് എതിർ ചേരിയിലുള്ള AP വിഭാഗത്തെ, മുജാഹിദ് വിഭാഗം പോലുമല്ല, AP വിഭാഗത്തിൻ്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. തലങ്ങും വിലങ്ങും അടിയാണ്, മൂടി ചുറ്റി താഴെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ AP വിഭാഗത്തിലെ ചില നേതാക്കന്മാർ പറഞ്ഞ് നടക്കുന്നത്? എവിടേക്കാണ് ഇവർ പോകുന്നത്? ഇവരെ സംബന്ധിച്ച് സുന്നികളെന്ന് പറയാൻ പറ്റുമോ? സുന്നി എന്ന് പറയാൻ പറ്റുമോ? ഇവർ ചുന്നിയാണ്. എന്ത് സുന്നിയാണ് ഇവർ? അപ്പോൾ ഇന്നിപ്പോൾ മൗലാന പേരോട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ് ഇബ്നു തൈമിയയെ ഇങ്ങനെ വെള്ള പോശി നല്ല ഹൃജുവായ ഒരു മാർഗത്തിൻ്റെ ഉടമയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അധികം താമസിക്കാതെ അദ്ദേഹം റഹ്മഹുല്ലാ എന്ന് വരെയും പറയും. ഇൻഷാ അള്ളാ നിങ്ങൾ കണ്ടോ എവിടേക്കാണ് ഈ പോക്ക് എന്ന് ശ്രദ്ധിച്ചോ. ചുരുക്കി പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ തനതായ ആശയം ഇവിടെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി നൗഷാദ് അഹ്സനിയും ടീമും മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരുടെ ആ ഉദ്യമനം അള്ളാഹു വിജയിപ്പിക്കട്ടെ. അപ്പോഴാണ് നൗഷാദ് അഹ്സനിയെ എങ്ങനെങ്കിലും ഒന്ന് തകർക്കണമെന്ന് കുഞ്ഞാടുകളുടെ തീരുമാനം. അങ്ങനെ ഒരു കുഞ്ഞാട് വന്നു. ആ കുഞ്ഞാട് പൂച്ചക്കൽ സക്കാഫി. പൂച്ചക്കൽ, ഞാൻ അദ്ദേഹത്തിന് പൂച്ചക്കലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ ഒരു ലക്കബലം, ഏതായാലും ഞാനൊരു ലക്കബലം ഇട്ടു, മൂഞ്ചിക്കൽ സക്കാഫി. അദ്ദേഹം എന്തൊക്കെയോ പാവം പറയുന്നുണ്ട്. പക്ഷേ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു തിട്ടവും ഇല്ല. എന്തൊക്കെയോ തട്ടിവിടുന്നു. ഏതെങ്കിലും ആട്ടെ, കുറേ ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പേരോടിൻ്റെ കുഞ്ഞാടുകളൊക്കെ അദ്ദേഹത്തെ കണ്ട് കുറച്ചൊക്കെ യൂസൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വീണ്ടും ഉറഞ്ഞു തുള്ളുന്നു. ആയിക്കോട്ടെ, നടക്കട്ടെ, നമുക്കും പറയാൻ അവസരം ഇങ്ങനെ നടത്തി തന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഈ അടുത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറച്ച് വിദ്യാർത്ഥികൾക്ക് നടത്തിയ ഒരു ഉപദേശ പ്രസംഗം. അദ്ദേഹം ഉപദേശകനാണ്. ഉപദേശ പ്രസംഗത്തിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഓരോ കിതാബുകൾ ഇങ്ങനെ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ജീലി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് ശ്രദ്ധിച്ച് നോക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇബാറത്ത് തുടക്കഫൽ യുഹ്ദർ, ഇങ്ങനെ കിതാബുകൾ ഓരോന്ന് പറഞ്ഞിട്ട് വമൻ മുതാലഅത്തി കിതാബി ഇബ്രാഹിമുൻ നിളാം, മഹാനവറുകളുടെ കിതാബ് മുത്താല ചെയ്യലിന് വളരെ ശ്രദ്ധിച്ച് നോക്കണം എന്നാണ് പറഞ്ഞത്. അതിന് മറുപടി നമ്മുടെ നൗഷാദ് അഹ്സനി കൊടുക്കുന്നുണ്ട്. ആ മറുപടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടെ, പെട്ടെന്ന് പോരാ. തങ്ങളുടെ കിതാബ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ കിതാബിലുള്ളത് ശ്രദ്ധിക്കണം എന്ന അർത്ഥം വെച്ച് തെറ്റാണ്. അതിലുള്ളത് എന്താ? കദാലിക യുഹ്ദറു മിൻ മുതാലഅത്തി കിതാബി ഇബ്രാഹിമിൻ നിളാം. അതിങ്ങനെ എണ്ണി അതിന്റെ കൂട്ടത്തിലാണ് വമിൻ മുതാലഅത്തി ഖസീദത്തി അബ്ദുൽ കരീമിൽ ജീലി തങ്ങളുടെ ഖസീദ പാട്ട് മുതാല ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം. മുതാല ചെയ്യുന്നത് തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ ശ്രദ്ധിക്കണം എന്നല്ല പേരോടെ. മുതാല ചെയ്യുന്നത് തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ ശ്രദ്ധിക്കണം എന്നല്ല പേരോടെ. മുതാല ചെയ്യുന്നത് തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ ശ്രദ്ധിക്കണം എന്നല്ല പേരോടെ. യുഹ്ദറു എന്ന് പറഞ്ഞാൽ എന്താ? തഹ്ദീർ എന്ന് പറഞ്ഞാൽ തംബീഹുൽ മുഖാതബി അലാ അംറിൻ മദ്മൂമിൻ മക്റൂഹിൻ ലിയജ്തനിബഹു. വളരെ മോശമായ ഒരു കാര്യം മുഖാത്തബിനെ, ശ്രോതാവിനെ ഓർമ്മപ്പെടുത്തുകയാണ്, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒഴിവാക്കണം, അതാ തഹ്ദീർ. വളരെ മറുപടി കേട്ട് കാണുമല്ലോ. അപ്പോൾ വളരെ വ്യക്തമാണ് ആ മറുപടി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ അർത്ഥമോ ആശയമോ അല്ല.
പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് സൂക്ഷിച്ച് നോക്കണമെന്നാണ് പറഞ്ഞത്. സൂക്ഷിച്ച് നോക്കലല്ല ഇബാറത്ത് കൊണ്ട് വരുന്നത്. യുഹ്ദറു മിൻ മുതാലഅത്തി എന്ന് പറഞ്ഞാൽ നോക്കാൻ പാടില്ല, മുത്താല ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി പറഞ്ഞു, ഹദിറ യുഹദറു എന്ന് പറഞ്ഞ തഹദീർ, ഒരു മോശമായ കാര്യത്തെ തൊട്ട് ശ്രോതാവിനെ തിരുത്തുക, അകറ്റി നിർത്തുക, അതാണ് ആ യുഹദർ എന്ന് പറഞ്ഞ ആ പദം കൊണ്ട് ഉദ്ദേശം. ഇത് പറഞ്ഞപ്പോൾ അതിന് വലിയ ഒരു ഭീമാബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല, തഹദീർ എന്ന് പറഞ്ഞാൽ അങ്ങനാണോ എന്നൊക്കെ പറഞ്ഞു കണ്ട ഒരു പുലിക്കുട്ടിയായി അഭിനയിക്കുന്ന ഒരു ചെങ്ങായി ദാണ്ട ചാടി വരുന്നു. ഒന്ന് കണ്ടു നോക്കിയേ. ഇവിടെ എന്താ വിഷയം? യുഹ്ദറു മിൻ ദൻ ഹദിറ, അതിന്റെ മാലിയാണ്, ഹദിറ ഇത് മാലിയാണ്. അതിന്റെ മുലാരി യഹ്ദുറു, ഇതിന്റെ മജ്ഹൂലാണ് യുഹ്ദറു. അല്ലെ, ഇയാള് പറഞ്ഞ അർത്ഥം എന്തിനാണ്? തഹദീർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആകെ അബദ്ധാവൂലെ. തഹദീർ നെഹദീങ്ങളെ കായിക അനുസരിച്ച് തഹദീർ എന്നൊരു പദമുണ്ട്. അവിടെ തഹദീർ ഇഗ്റ എന്ന അൽഫി പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ആ തഹദീറിന്റെ മാനയാണ് അവിടെ ഇയ്യാക്ക വൽ കുരുവട്ടൂരി, അല്ല ചിലപ്പോ നാവ് പറഞ്ഞു പോണ ഇയ്യാക്ക നീ സൂക്ഷിക്കണം, വൽ അസദ സിംഹത്തെയും സൂക്ഷിക്കണം എന്ന് പറയും. അപ്പൊ അവിടെ നെസ്ബ് കിട്ടാൻ കാരണം തഹദീറിന്റെ മേലാണ്. ആ തഹദീറിന്റെ അർത്ഥമാണ് അവിടെ പറഞ്ഞത്. അവിടെ 3 നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് പറഞ്ഞാൽ നൗഷാദെ, തഹദീറിന് ഇയ്യാക്കയും അതിന്റെ അഹവാത്തും വേണം. അത് താങ്കൾ പറഞ്ഞ രൂപത്തിലെ തഹദീർ ആണെങ്കിൽ ഇയ്യാക്ക എന്ന പദം വേണം, അതിന്റെ അഹവാത്തും വേണം. അപ്പൊ ഇവിടെ ഏത് അഹവാത്ത് ഏതാ ഉള്ളത്? ഇയ്യാക്കയും അതിന്റെ അഹവാത്തുണ്ട് ഇവിടെ. താങ്കൾ പറഞ്ഞ തഹദീറിന്റെ മാന അങ്ങനെയാണെങ്കിൽ ഇയ്യാക്കയും അതിന്റെ അഹവാത്തും വേണ്ടേ? അതിവിടെ ഇല്ലല്ലോ. അപ്പൊ മൗലി പെട്ടതാണ്. ആ തഹദീറിന്റെ മാന ഇങ്ങോട്ട് കൊടുത്ത് തഹദീർ അല്ല, ഹദ്ദറിന്റെ മസ്തറല്ലേ? ഹദ്ദർ യുഹദ്ദിറു തഹദീർ, ഹദ്ദറിന്റെ മസ്തറല്ലേ? അതെങ്ങനെ ഹദറക്കാവുക, ഹദീറക്കാവുക? യുഹ്ദർ എന്നുള്ള കിതാബ് ഉള്ളത്. ഇതാണ് വന്ന കിതാബ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യം തന്നെ തെറ്റ്. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ഹദീറ യഹ്ദുറു. സർഫ് പഠിപ്പിക്കാൻ വന്ന ആരെ? നൗഷാദ് ഹസനിയെ സർഫ് പഠിപ്പിക്കാൻ വന്ന ചങ്ങായി ഇടുന്ന് കിട്ടിയതാ. ഹദീറ യഹ്ദുറു, പുതിയൊരു വസനും കൂടെ വന്നിട്ടുണ്ട്. ഹദീറ യഹ്ദുറു. ഒന്നും കൂടെ കേട്ടോ നോക്കിയോ, ഒന്ന് കേട്ടോ, ഞാൻ പറഞ്ഞ വെറുതെ അല്ല. ഹദീറ അതിന്റെ മാലിയാണ്, ഹദീറ ഇത് മാലിയാണ്. അതിന്റെ മുലാരി യഹ്ദുറു, ഇതിന്റെ മജ്ഹൂലാണ് ഹദീറ യഹ്ദുറു. എന്നാൽ ഞങ്ങൾ പഠിച്ച അങ്ങനല്ല, ഹദീറ യഹ്ദറു, അങ്ങനെ ഫീലുണ്ട്. അപ്പം ആള് പറയുന്നത് എങ്ങനെയാണ്? തഹദീർ എന്ന് പറഞ്ഞാൽ ഹദറ അതിൻ്റെ മസ്തറല്ലേ തഹദീർ എന്നാ. പാവം അൽഫിയ നന്നായി പഠിച്ചിട്ടില്ല. അൽഫിയ പഠിക്കുന്ന സമയത്ത് ആൾ തൂങ്ങിയുറക്കമായിരുന്നു. തൂങ്ങി ഉറങ്ങി 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 അവസാനം തീർന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഇപ്പം കിതാബ് കഴിഞ്ഞെന്ന്. ആ ബാബൊന്ന് ശരിക്കും നോക്കണ്ടേ ഹബീബേ? തഹദീറിൻ്റെ ബാബിൽ അവിടെ കളയപ്പെട്ട മഹദൂഫായ ഫിഅലിനെ സങ്കല്പിച്ച് കൊടുക്കുന്നത് യഹ്ദർ എന്നല്ലേ? അല്ലേ? എനിക്കറിയാം, അങ്ങനല്ലേ? അതെ, അങ്ങനാണ് അല്ലേ? അതെ. അപ്പം യഹ്ദർ എന്നല്ലേ സങ്കല്പിച്ച് കൊടുക്കുന്നത്? പാവം പറയുന്നത് ഹദ്ദറ ആകുമ്പം തഹദീർ അതിൻ്റെ മസ്തറല്ലേ എന്നാണ് അപ്പോൾ ആൾ പറയുന്നത്. തഹദീർ ആ ഒരു വിഷയം, ആ ഒരു ഫന്നിന് വെച്ചൊരു പേരാണ് അത് തഹദീർ. അതുകൊണ്ട് ഹദ്ദറ എന്നതിൻ്റെ മസ്തർ തന്നെ ഇവിടെ വരണം, അംബ്ര തന്നെ ഇവിടെ കൊടുക്കണം എന്ന് അതിന് അർത്ഥം ഇല്ല. ഒന്ന്. ഇനി മറ്റൊന്ന് പറഞ്ഞത് ഹദിറ അത് ലാസിമായ ഫീലാണ്, മിൻ കൊണ്ടാണ് വിട്ട് കിടക്കുന്നത് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു അബദ്ധം. ഹദിറയ്ക്ക് അഖാരിബുൽ മവാരിദ്, അഖറബുൽ മവാരിദ് എന്ന് പറഞ്ഞൊരു കിതാബ് ലുഗത്തിൻ്റെ കിതാബാണ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. ഏതായാലും അതിൽ പറയുന്നത് ഹദിറഹു എന്ന് പറഞ്ഞാൽ ഖവ്വഫഹു എന്നർത്ഥമുണ്ട്. മനസ്സിലായോ? ഹറസഹു എന്നർത്ഥം ഉണ്ട്. തിരിഞ്ഞോ? 20ഓളം കിതാബ് നിങ്ങൾ നോക്കിയെന്നല്ലേ ഈ പച്ചപ്പകൽ കള്ളത്തരം അടിച്ചു വിട്ടത്? 20ഓളം കിതാബുകൾ. ഏതൊക്കെ കിതാബാണ് നിങ്ങൾ നോക്കിയത്? ഈ ലോകത്തിൻ്റെ 20ഓളം കിതാബുകൾ ഏതൊക്കെ കിതാബാണ് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞ്. അപ്പോൾ രണ്ടാമത്തത് അങ്ങനെ
രണ്ടാമത്തെ. ഇനി മൂന്നാമത്തത്, തഹദീർ വരണമെങ്കിൽ അപ്പോൾ ഇയ്യാക്ക അതിൻ്റെ അഹവാത്തുകളും വരണമെന്നാണ് ഇപ്പം ഇദ്ദേഹം പറയുന്നത്. ഇയ്യാക്കയോ അതിൻ്റെ അഹവാത്തുകളോ ഏതെങ്കിലും വന്നാൽ മതി. ഇയ്യാക്കയും അതിൻ്റെ അഹവാത്തുകളൊക്കെ വന്നാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് എല്ലാം കൂടെ വരാൻ പറ്റുമോ? ഇല്ല. ഇനി ഇദ്ദേഹം സാധു മനസ്സിലാക്കിയത് ഇയ്യാക്കയും അത് അത്തുഫും ചേർന്ന് വന്നെങ്കിലേ തഹദീർ ഉണ്ടാവുള്ളൂ എന്നായി സാധു മനസ്സിലാക്കിയത്. പാവം ഇയ്യാക്ക വൽ അസദ. അപ്പം അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതുപോലെന്ന് പറയുന്നുണ്ട്. ഇയ്യാക്ക വൽ കുരുവട്ടൂർ, ഇങ്ങനെ വന്നു പോയത് അത്ര വല്ലാത്ത ജാതി. നല്ല പെർഫോമൻസ്. അഭിനയമാണെങ്കിൽ എന്ത് ചെയ്യണം? ദേശീയ അവാർഡ് കൊടുക്കണം. അപ്പം ഈ സാധു മനസ്സിലാക്കിയെടുത്തുള്ള പെശകാണ് അൽഫിയതാണ്ട ഇത് എന്തേലുണ്ട് അൽഫിയത്ത് ബിൻ മാലിക്. അതിൽ ശരിക്കും ശ്രദ്ധിച്ചോണേ, ഇദ്ദേഹത്തിൻ്റെ ഒരു വിഡ്ഢിത്തരം ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ ഇപ്പം ഇതിനകത്തുള്ള ഒരു ബെയ്ത്തൊരു നോക്ക്. വദൂന അതുഫിൻ ലി അയ്യൻ സുബുവമ സിവാഹു സത്റു ഫിഇലിഹി ലയൽസമാ. എന്താ ഇവിടെ നമുക്കുള്ള വിഷയം ഇതാ. വമാ സിവാഹു, ഇയ്യാക്കയും അതിൻ്റെ അഹവാത്തുകളും, അതായത് ലമീറുൽ മുഖാത്തബിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടാത്ത ഇസ്മുകൾ, ആ ഇസ്മുകളും അതുപോലെ വമുഖ്തുസിറ അലാ ദിക്രിൽ മുഹദ്ദരി മിൻഹു, മുഹദ്ദർ മിൻഹുവിൻ്റെ മേൽ മാത്രം ചുരുക്കപ്പെട്ടാലും എന്തു പറ്റും? അവിടെ ഫിഇലിനെ കളയൽ നിർബന്ധം ഇല്ല. കളയുകയും ചെയ്യാം, കളയാതിരിക്കുകയും ചെയ്യാം. ബൽ യജൂസു ഇൽഹാറുഹു, അതിനെ വെളിവാക്കിയും പറയാം. ഫൽ യുഹദർ മിൻ മുതാലഅതി. കണ്ട, ഫീലിനെ അവിടെ പറഞ്ഞു. അപ്പോഴും തഹദീറിൻ്റെ മായന കിട്ടും. ഹബീബേ മൂഞ്ചിക്കൽ സഖാഫി കേട്ടോ, അതായി പറഞ്ഞത്. രണ്ട് മഹാനവ ഫൽ ഔവലു, ഒന്നാമത്തത് ഇയ്യാക്കയുടെ അഹവാത്തിനോടും എന്താണ് ഇളാഫത്ത് ചെയ്യപ്പെടാത്തത് നഫ്സക്ക എന്നു മാത്രം പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ പറഞ്ഞാൽ അസദ എന്ന് പറഞ്ഞു. ഇവിടൊക്കെ എന്ത് ചെയ്യാം? ഫീലിനെ കളയുകയും ചെയ്യാം, കളയാതിരിക്കുകയും ചെയ്യാം. എവിടെ എന്ത് പറയാം? ഇഹ്ദർ എന്നും പറയാം, ഇത്തഖി എന്നും പറയാം, ഫൽ യുഹ്ദർ എന്നും പറയാം. ഇതൊക്കെ പറയാം. മനസ്സിലായോ? അപ്പോൾ പറയുന്നിടത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തുള്ളൊരു പെശകാണ് നമ്മുടെ സഖാഫിക്ക് പറ്റിയത്. ഏതായാലും സഖാഫി അതൊക്കെ തിരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത ഓരോരോ നമുക്കൊരു ജോലി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ആൾ എടുക്കുന്നുണ്ട്. ആളുടെ വീഡിയോകളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറുപടി കൊടുക്കാം. നൗഷാദ് ഹസനിയൊന്നും അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ മെസ്സേജിനകത്ത് മറുപടി കൊടുത്തേക്കുന്നത് കാണാം. എൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് അദ്ദേഹം, പക്ഷേ മറുപടി തരാൻ കഴിയുന്നില്ല. അത്ര വലിയ ഇതല്ലേ ചെയ്യുന്നത് ആൾ വീഡിയോ. ഓക്കെ, മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.